അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഒരു ട്രാവൽ ഡേ ആണ്. നമ്മുടെ ശ്യാമുണ്ട്, കരുനാക്കല്ലാട്ടോ, ഇത് ധന്വന്തരം ഗുളിക എന്ന് പറയും, എന്താന്നറിയില്ല. പൂ 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 പോലത്തെ സോഫ്റ്റ് ഇഡ്ലിയും നല്ല ദോശപ്പൊടി. ബീഫ് ഫുഡ് കഴിക്കാം. അയ്യോ എന്തൊരു ഭംഗിയാണ്. ഇതൊക്കെ നോക്കണം, കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഒരുപാട് പേരുണ്ടായിരുന്നു, ഭയങ്കര ഹാപ്പിയായി. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ലക്ഷ്മി നക്ഷത്രാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഒരു ട്രാവൽ ഡേ ആണ്. നമുക്ക് ഇന്നൊരു യാത്രയുണ്ട്. അപ്പൊ അതിനു മുമ്പ് നല്ല പൂ 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 പോലത്തെ സോഫ്റ്റ് ഇഡ്ലിയും അതുപോലെ തന്നെ നല്ല ദോശപ്പൊടി. ദോശപ്പൊടി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അരിയും ഉഴുന്നും ചുമന്ന മുളകും ഒക്കെ ആയിട്ട് അതിങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചാലിച്ചിട്ട് ഇങ്ങനെ കഴിക്കണം. അതെ, ഇഡ്ഡലി ഇങ്ങനെ ദോശപ്പൊടി കൂട്ടി കഴിക്കണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതെനിക്ക് എന്താ പറയാ, മൊത്തത്തിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. കാരണം കൃത്യേന ഇഷ്ട ആയതുകൊണ്ടേ. അപ്പൊ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. കാസർഗോഡ് നമുക്കൊരു ഇനോഗ്രേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും പറയാറുള്ളതാണ്, കാസർഗോഡ് കണ്ണൂര് ഇനോഗ്രേഷൻ വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ ഉള്ളവർക്കൊരു പ്രത്യേക സ്നേഹ, ബാക്കിയുള്ളവർക്ക് സ്നേഹം ഇല്ല എന്നല്ല കേട്ടോ. അപ്പോ നമ്മളിതാ എയർപോർട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ഏകദേശം സമയം എത്ര, 8 മണിയായി. ഫ്ലൈറ്റ് എത്ര മണിക്കാ? 10:55. അതിന്റെ ഇടയില് കരുനാക്കല്ലാട്ടോ, ഇത് ധന്വന്തരം ഗുളിക എന്ന് പറയും, എന്താന്നറിയില്ല. എനിക്ക് ഇന്നലെ മുതലൊരു സുഖമില്ല ഗൈസ്. അപ്പോ നമ്മള് ഫ്ലൈറ്റിലും കൂടെ ആണല്ലോ, അപ്പൊ ടമ്മി പണി തരാൻ പാടില്ലല്ലോ. ഞാൻ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ മേരെ പിതാവാണ് പറഞ്ഞത്, ധന്വന്തരം ഗുളിക അസല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ കണ്ണടയും വെച്ച് ഒരു മാച്ചുമില്ലാത്ത ധന്വന്തരം ഗുളിക ഒക്കെ കഴിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് യൂഷ്വൽ എന്റെ പട്ടാളം നമ്മുടെ ശ്യാമുണ്ട്, ബാക്കിൽ ഒരു ലോഡ് പെട്ടിയുണ്ട്, ഇപ്പുറത്തെ സിന്ധു ചേച്ചി ഉണ്ട്. അപ്പോ ബാക്കി ഇനി അവിടെ പോയിട്ട് ഇങ്ങനെ പറ്റണ കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ വേറെ എന്താ വിശേഷങ്ങള്? ഞാൻ 2 ദിവസം മുമ്പ് ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ ബാഗ് ഏതാന്ന് ഇങ്ങനെ ചോദിച്ചിട്ട്. ഓറഞ്ച് കളർ ബാഗ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോ ദിസ് ഇസ് മൈ ബാഗ്. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, കാഷ് മണീസ് കൊടുത്ത് മേടിച്ച ഗസ്സിന്റെ ബാഗാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ച ബാഗാ. അപ്പൊ ഏതാ ബ്രാൻഡ് ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യോ, വാട്ട് ഇസ് ഇൻ മൈ ബാഗ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഇസ് ഇൻ മൈ ബാഗ് ഒക്കെ ഞാൻ ഒരു ദിവസം ഞാൻ ചെയ്യാം കേട്ടോ. അങ്ങനെ അപ്പൊ എന്തായാലും ഇനി എയർപോർട്ടിലേക്ക് അങ്ങനെ നമ്മൾ എത്തി. യെസ്, ഡൊമസ്റ്റിക് ആണ്, ഇന്റർനാഷണൽ അല്ല. നമ്മള് കണ്ണൂരാണ് ഇറങ്ങണേ കേട്ടോ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്തി. 7:45 സ്റ്റാർട്ട് ചെയ്താണ്. ഇറ്റ്സ് 9. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചടപടേന്ന് ചെയ്യട്ടെ കേട്ടോ. Hey kid, don't ever let them get inside your head. They'll tell you what to do in life instead of everything you know that you could get. Don't let them guide your life towards regret. I'll fight for what I love with every breath. സെക്യൂരിറ്റി ചെക്കിൻ എല്ലാം കഴിഞ്ഞു, ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. നമ്മൾ ഒന്ന് സെറ്റിൽ ഡൗൺ ആവാൻ പോവാണ്. ഞാനിപ്പോഴേ കുറച്ച് ചേട്ടന്മാരെ കാണിച്ചു തന്നില്ലേ, നല്ല കോമഡി ആയിരുന്നു കേട്ടോ. കോമഡി അല്ല, ചില ചേട്ടന്മാര് ഇത് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്, ഇത് കണ്ടപ്പോഴേ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് എന്റെ കാക്കപ്പുള്ളി ഇഷ്ടമല്ല. ശ്യാമേന്ന് എനിക്ക് ഇഷ്ടമാണോടാ? എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയും, ഞാൻ വളർന്ന പോലെ ഇതും വളരുന്നുണ്ട് എന്ന് പറയും. 1 2 ഒരുമിച്ചാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചെറുപ്പം എനിക്ക്, പക്ഷെ ഞാൻ ജനിച്ച സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എല്ലാവരും ഇനിയിപ്പോ അതില് കമന്റ് ചെയ്യായിരിക്കും, ജനിച്ച സമയത്ത് എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ചെന്ന്. അങ്ങനെയല്ല, ഒരു 1st സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡ് വരെ ഒന്നും ഇത് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ചേട്ടന്മാര് ലക്ഷ്മി അല്ലേ, ലക്ഷ്മി നക്ഷത്രം അല്ലേ, ഭയങ്കര കണ്ണൂർ സ്ലാങ് ഒക്കെ ഉണ്ട്. നമ്മള് കണ്ണൂർ അല്ലേ പോണേ. അപ്പം കണ്ണൂരിലെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ട് കേട്ടോ. ഞാൻ കണ്ടുപിടിച്ചത് ഇത് വെച്ചിട്ടാണ് എന്ന്. അപ്പം ഞാൻ നിങ്ങളോട്
കൂടെ ചോദിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമാണോ കാക്കപ്പുള്ളി? എനിക്ക് ഇഷ്ടമല്ല കാക്കപ്പുള്ളി. ഞാനത് കുറേ കളയാനൊക്കെ കുറേ പരിശ്രമിച്ചു നോക്കി വീട്ടിൽ. പക്ഷേ അമ്മയും അച്ഛനും ഭദ്രകാളിയും ഭദ്രകാളിനും അത് കാരണം പിന്നെ ആ അറ്റംപ്റ്റ് ഫെയിൽ ആയിപ്പോയി ഗൈസ്. യെസ് നമ്മളപ്പോൾ ഫ്ലൈറ്റ് കയറട്ടെ കേട്ടോ. യെസ്, ടൈമായി. ആരുമില്ല ഗൈസ്. ഇതാണ് പ്രൈവറ്റ് ജെറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പ്രൈവറ്റ് ബസ്. ആ പ്രൈവറ്റ് ബസ് അല്ല, നമുക്കുള്ള പ്രൈവസിയോട് കൂടിയിട്ട് ആരുമില്ലാതെ നമ്മളുടെ പോവാ. നമുക്ക് പെട്ടെന്ന് കയറാനും പെട്ടെന്ന് ഇറങ്ങാനും വേണ്ടിയിട്ട് ലൈക്ക് ബാക്കിലാണ് ലൈക്ക് എന്താ പറയുക കംപ്ലീറ്റ് എക്സിറ്റ് എല്ലാം വരണേ. അപ്പോൾ നമ്മൾ ഏറ്റവും ബാക്കിൽ സീറ്റായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്കിൽ. അപ്പം ഫസ്റ്റ് തന്നെ ലാൻഡ് ചെയ്ത ഉടനെ നമുക്കപ്പം വേഗം ഇറങ്ങാൻ പറ്റും, അത് ഓടിപ്പോകാൻ പറ്റും കേട്ടോ. സോ വി ആർ സെറ്റിൽഡ് ഡൗൺ ആൻഡ് എന്താ പറയുക, ഫ്ലൈറ്റ് കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. ഇന്നൊരു ഹോളിഡേയും കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യണേ. അപ്പോൾ എനിക്കൊന്ന് കുറേ പേര് കണക്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കണ്ണൂർ ഇറങ്ങണേ, അവിടെ നിന്ന് നേരെ കാസർഗോഡ് ഫുൾ ഫീൽഡാണ്. എനിക്കൊരു പ്രശ്നമുണ്ട്, ഫ്ലൈറ്റിൽ കയറി ഞാൻ അപ്പം ഉറങ്ങും. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്താലും ഇല്ലെങ്കിൽ ഉറക്കം തുടങ്ങി. കാസർഗോഡ് പോണ്ടേ. പക്ഷേ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വളഞ്ഞ് മൂക്കോടിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ണൂർ കോക്ടെയിൽ. കണ്ണൂർ ഞാൻ ഇതിൽ കൂടെ പാസ് ചെയ്ത് കണ്ണൂർ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് ഈ കണ്ണൂർ കോക്ടെയിൽ കുടിക്കും. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. മസ്റ്റ് ട്രൈ ആണ്. കുറേ നട്സൊക്കെ ഉണ്ട് അതിൽ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. എന്താ പറയുക, എനിക്ക് പനി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സിന്ധു ചേച്ചി ചുമച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിതാ കോക്ടെയിലൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അധികം വിശന്നില്ല. അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകണം. സോ വെയിറ്റിംഗ് ഫോർ ദി ലഞ്ച്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് ഖദീജുമ്മ വന്നിട്ട് എന്തൊക്കെയോ ഞാൻ ഇതുവരെ കേൾക്കാത്ത പലഹാരങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. എന്തായിരുന്നു? പൊരിയപ്പം. പൊരി കഴിക്കണ വീഡിയോ കണ്ടു. അപ്പൊ പൊരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പൊരിയപ്പം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഖദീജുമ്മയുടെ കൈ കൊണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. ഞാൻ അത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയും കേട്ടാ. എന്നിട്ട് കുറച്ചും കൂടെ കൂടുതൽ പൊതിഞ്ഞേരിയ വീട്ടിലേക്ക്. പാവം. നിങ്ങൾ എന്നാ നമ്മുടെ വീട്ടിലേക്ക് വരണേ? അപ്പൊ ഞമ്മള് വന്നോട്ടെ അല്ലേ? നിങ്ങ വരി. നോമ്പൊക്കെ തുറക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. നോമ്പൊക്കെയാണ്. അപ്പൊ അങ്ങനെ. അപ്പൊ താങ്ക് യു ഈ സ്നേഹത്തിന് കേട്ടാ. താങ്ക് യു. ഓന്റെ മംഗലത്തിന് വരണമെന്ന്. ഓനവിടെ ക്യാമറ പിടിച്ചോണ്ടിരിക്കുക. ഓന്റെ മംഗലത്തിന് ഞാൻ വരാം കേട്ടാ. ഓക്കെ. നോമ്പ് കഴിഞ്ഞിട്ട്. ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാരും വരും കേട്ടോ ഓന്റെ കല്യാണത്തിന്. അവിടെ അയ്യോ അത്ര ക്ഷണിക്കല്ലേ, അത്ര കപ്പാസിറ്റി വേണ്ടാന്ന്. സീറ്റിംഗ് കപ്പാസിറ്റി. അങ്ങനെ. അപ്പൊ നമുക്ക് എന്താ പറയാ, ജോറാക്കാം കല്യാണം.
ഭയങ്കര സന്തോഷമായിട്ട്. ഇത് ഞാൻ പറഞ്ഞ കാസർഗോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയണേ, ഭയങ്കര ജെനുവനായിട്ടുള്ള ആൾക്കാരാണ്. ആ ഉമ്മയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഉമ്മ നമ്മൾ നാളെ ഇനോഗ്രേറ്റ് ചെയ്യാൻ പോണ മാനേജ്മെന്റിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെയാണ് ഉമ്മയും വന്നത്. അപ്പോൾ എന്താ പറയുക, ഉമ്മ ഇതൊക്കെ നോക്കണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം 2 സ്പ്രേ, ഇത് മോൻ തന്നതാണ് കേട്ടോ. ഒന്ന് ഇതെന്താ, ഇതെനിക്കറിയില്ല. ശ്രീദത്ത, ഇതെന്താ സംഗതി എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ബോളി പോലെ എന്തെങ്കിലും ആയിരിക്കും. നമ്മുടെ നാട്ടിൽ നമ്മളിത് കണ്ടിട്ടില്ല. ഇത് ചക്കുളി, എന്തോ ഒരു കൈൻഡ് ഓഫ് മുറുക്കാണ് കേട്ടോ. അതൊക്കെ ഇവരുടെ സ്പെഷ്യലാന്ന് തോന്നുന്നു, ഈ കാസർഗോഡ്. അതുപോലെ നല്ല ചൂടുണ്ടല്ലോ. കാഷ്നട്ടിന്റെ ചൂടോ? ഇതിന്നാണ് കേട്ടോ ചൂട് വരണേ. ഇതാണ് എന്താ പൊരിയപ്പം എന്ന് പറഞ്ഞില്ലേ, ഉമ്മ അത് കഴിച്ചു നോക്കണം എന്ന് പറഞ്ഞില്ലേ, ഇതാണ് സംഗതി. ഉമ്മ ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവന്നതാ പാവം. ഇതെന്താ സംഗതി, പൊരി കഴിക്കണത് ഞാൻ കണ്ടു, അപ്പൊ പൊരി ഇഷ്ടാന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല ക്രിസ്പി, മധുരം, ശർക്കരയൊക്കെ ഉണ്ട് ഉള്ളില്. കൊള്ളാട്ടോ, അടിപൊളി. ഇവ പറയണേ സ്നേഹിക്കാൻ മാത്രം അറിയണേ കുറെ പച്ചയായിട്ടുള്ള സാധാരണയായിട്ടുള്ള ആൾക്കാർ. ഭയങ്കര സന്തോഷം കേട്ടോ. ഉമ്മ കണ്ടപ്പോഴേക്കും കെട്ടിപ്പിടിക്കുകയും വീട്ടിൽ ഒരാളെ പോലെ കാണുകയും ഒക്കെ ഭയങ്കര സന്തോഷം. വളരെ ഇഷ്ടം. ഞങ്ങളിവിടെ ഷെയർ ഇട്ട് കഴിക്കാണ് ഗൈസ്. എന്നാ ശ്യാമിന് ഇരട്ടക്കുട്ടി ഉണ്ടാവും. ശ്യാമ, ആർ യു ഹാപ്പി? അവിടെ ഇരട്ടക്കുട്ടി ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മള് തമാശക്കൊരു ചായ കുടിക്കാൻ ഊട്ടിക്ക് പോവാന്ന് പറയണ പോലെ കാസർഗോഡ് നാളെ ഇനോഗ്രേഷൻ ഉണ്ട്. ഇവന്മാര് 2 പേര് എന്തൊരു പാവമായിട്ട് ഇരിക്കണേ നോക്കൂ. ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് മാംഗ്ലൂർ വരെ എത്തിയിട്ടോ, മംഗലാപുരം വരെ എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇത് പ്രൊമോഷൻ എന്നല്ല, ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. ലൈക്ക് മച്ച്ലി, ഫുൾ ഫിഷ് ഐറ്റംസ് ആ പേര് പോലെ തന്നെ. അപ്പോൾ ഇവരെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓസി അടിച്ച് കഴിക്കാൻ പോവാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യട്ടെ. ടേസ്റ്റ് ചെയ്യട്ടെ. ഇതെന്താ ആവോലി. ഇത് ചെമ്മീൻ ഗീ റോസ്റ്റ്. ഇത് അയക്കൂർ തവ, അത് കൂന്തൽ മസാല. പണ്ട് ഹോട്ടലിലായിരുന്നു നിന്നിരുന്നേ. അല്ല, ഇങ്ങനെ പോയി ഇങ്ങനെ ഹോട്ടലിലോ. ശരി, അപ്പം ഞാൻ ഇതെന്തായിരുന്നു, ആവോലി അല്ലേ? ആവോലി തവ. മസാലയ്ക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ കൊതിപ്പിക്കല്ല, മസാല നോക്കൂ. അയ്യോ എന്തൊരു ഭംഗിയാണ്. മസാലയും കൂടെ കൂട്ടി ഇവരെന്നും കഴിക്കണതാണ്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇത്ര ദൂരം കൊണ്ടുവന്നിട്ട് ഫുഡ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇടിക്കുന്നു. നല്ല ടേസ്റ്റ്. ഇത് ഇവരുടെ നീർദോശയാണ്. ഇതും ഭയങ്കര ടേസ്റ്റാന്നാ പറഞ്ഞ. പാവങ്ങൾ, നിങ്ങളും കഴിക്കേ. മോശം. ഞങ്ങള് ഭയങ്കര മച്ചമച്ചയാണ്, അതുകൊണ്ടാണ് എല്ലാം കൈയിട്ട് കഴിക്കുന്നത് കേട്ടോ. കൂന്തൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഓക്കെ, കൈപ്പൊള്ളൂ. ഇതിനേക്കാൾ ടേസ്റ്റ് നെയ്മിന്. ഇത് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നേ. പ്രോൺസ് ഗീ റോസ്റ്റ്. നമ്മള് ഗീ റോസ്റ്റും മസാല ദോശയും ഒക്കെ കേട്ടിട്ടുണ്ട്. ഈ ഗീ റോസ്റ്റ് ഇത് ആദ്യമായിട്ടാ. മൊത്തം നെയ്യില ഉണ്ടാക്കിയിട്ടുള്ള ഗീ റോസ്റ്റ്. കൊള്ളാട്ടോ. ശ്യാമ പാവം. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം ഏതാന്നുള്ളത് കമന്റ് ചെയ്യണേ. ഞാൻ ഇതുപോലെ മാംഗ്ലൂരൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ കേട്ടോ. ഇതിനിടയിൽ കുറെ കാര്യങ്ങൾ കാണിക്കാൻ പറ്റിയില്ല. കുറെ തവ ഫ്രൈ ഇങ്ങോട്ട് വന്നു. വീണ്ടും
പ്രോൺസ്, എന്തായിരുന്നു ഗീ റോസ്റ്റ്, അങ്ങനെ കുറേ പ്ലേറ്റുകൾ ഇങ്ങോട്ട് വന്നു അങ്ങോട്ട് പോയി അങ്ങനെയൊക്കെ ഉണ്ടായി. എനിക്ക് എണീക്കാൻ പോലും വയ്യ. പക്ഷെ സ്റ്റിൽ എന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആക്കിയത് ഈ ഒരു പ്രോൺസ് ഗീ റോസ്റ്റ് ആണ് കേട്ടോ. എങ്ങനെയത് നമുക്കൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാന്നുണ്ട്, നല്ലോണം നെയ്യൊക്കെ ഒഴിച്ചിട്ട്. പക്ഷെ ഈ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്യണം. എല്ലാം കാലിയാക്കി. ഒരു സ്വീറ്റ് കഴിക്കാൻ വന്നിട്ട് ഇവരെന്നെ കഴിക്കാൻ സമ്മതിക്കണില്ല. ഇന്ന് നമ്മൾ എന്താ കഴിക്കാൻ പോണേ? എന്താ നമ്മളിന്ന് ട്രസ്ലച്ചസ് ആണ് കഴിക്കാൻ പോണത്, അല്ലാണ്ട് ട്രലേഷ് ഒന്നും അല്ല കേട്ടോ. സ്വീറ്റ് അഡിക്സ് എന്താ പറയാ, ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് മാംഗ്ലൂർ ആണ് കേട്ടോ. ലൈക്ക് ആ ഒരു മിൽക്ക്, ആ ഒരു ക്രീമും കൂടെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കഴിക്കും. എന്നെ എടുത്തു കൊണ്ടുപോണ്ടി വരും. പേഴ്സണലി ഞാൻ ട്രസ്ലച്ചസിന്റെ ആളാട്ടോ. ഞങ്ങൾക്ക് അത്ര കപ്പാസിറ്റി വീഡിയോ എടുക്കുന്നോണ്ട് ഇവരിങ്ങനെ ക്ഷമ അങ്ങനെ പിടിച്ചു നിൽക്കുക. ബട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, എന്നാലും ലൈക്ക് ഇവിടെയൊക്കെ കുറച്ചും കൂടെ ലൈക്ക് സ്വീറ്റ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ലൈക്ക് മാംഗ്ലൂരിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കും. പാവന്റെ ക്ഷമ കൊതിയിടും വീഡിയോ കട്ട് ചെയ്യാം. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് നേരത്തെ കണ്ട ഞാനല്ല ഞാൻ. ഇപ്പൊ ഞാൻ മേക്കപ്പ് ഇട്ടു. അപ്പോ സിന്ധു വത്സൻ എന്റെ മുടിയിൽ കഷ്ടപ്പെട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താ പറയാ, ദിസ് ബ്യൂട്ടിഫുൾ നെക്ക് പീസ് ഫ്രം നമ്മുടെ നിഹാലിന്റെ സ്പോൺസർഷിപ്പ് ആണ്. നിഹാലെ ഗോൾഡൻ കപ്പ് താങ്ക് യു. ആൻഡ് ഔട്ട്ഫിറ്റ് പകുതി ആയിട്ടുള്ളൂ, ഹാഫ് വരെ എടുത്താൽ മതി ക്യാമറ. താഴേക്കും പക്ഷെ സ്പോൺസർഷിപ്പ് ഒരാൾ തന്നെയാണ്. താങ്ക് യു നൗഷാദ്. ഞാൻ പറഞ്ഞപ്പോഴേക്കും ലേഡീസ് പ്ലാന്റ് ചെയ്ത നൗഷാദ് ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്ത് തന്നു. അപ്പം ബാക്കി ഫുൾ ലുക്ക് ഞാൻ കാണിക്കാം കേട്ടോ. കാരണം താഴേക്ക് കാണിക്കാൻ പറ്റൂല, കാരണം പകുതി ഉള്ളൂ. ബാക്കി ഞാൻ എന്താ പറയാ, നമ്മുടെ റൂമിലിടുന്ന ഔട്ട്ഫിറ്റാണ് താഴെ ഇട്ടിട്ടുള്ളത്, അതാണ്. അപ്പോൾ ബാക്കി ഹെയറും കൂടെ ചെയ്യട്ടെ. ഹെയറും കൂടെ ചെയ്ത് നമ്മൾ ലൈക്ക് ഈവെന്റ് നടക്കുന്നതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ്. അപ്പം ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അവിടെ അനൗൺസ് ചെയ്യുന്നതൊക്കെ എനിക്ക് കേൾക്കാന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയാ, ഇനി നമ്മൾ ലൈക്ക് ഈവെന്റിന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ബീച്ച് വ്യൂ ഒക്കെ തേടി വന്നതാണ്. ഒന്ന് അങ്ങോട്ട് കാണിക്കൂ ക്യാമറ. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണില്ലല്ലോ. ബീച്ച് വ്യൂ ആണിത്. അപ്പോ ഇവിടെ നല്ല അടിപൊളി പള്ളിക്കറിയും അതുപോലെ തന്നെ നല്ല പത്തലും കിട്ടുന്ന പറഞ്ഞു. പത്തല് കാണിക്കൂ. നെയ്പത്തൽ അങ്ങനെ ഇവിടെ പറയാ. അപ്പൊ ഞാൻ ദേ പള്ളിക്കറിയിൽ മിക്സ് ചെയ്ത് അടിപൊളി. കറണ്ട് പോയോണ്ട് ഇരുട്ടത്തെ കഴിക്കണേ, ഭയങ്കര ടേസ്റ്റ്.
ഇങ്ങനെ ഇത് ഉണ്ടാക്കണം. നമ്മുടെ അങ്ങോട്ടൊന്നും ഇതില്ല കേട്ടോ. നല്ല ക്രിസ്പിയാന്ന് തോന്നും. എന്നെ എടുക്കണ ക്യാമറമാൻ ശരിയല്ല. ക്യാമറമാൻ്റെ വായിന്ന് പുറത്തു. വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. മൊത്തത്തിലൊരു ഹറിബറിയായിരുന്നു. ബട്ട് ഇനോഗ്രേഷൻ വാസ് സിംപ്ലി സൂപ്പർ. എല്ലാം അടിപൊളിയായി. ഒരുപാട് പേരുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ വൈൻഡ് അപ്പ് ശുഭം. നമ്മളിതാ വാഫിൾസ് കഴിക്കാൻ വേണ്ടി വന്ന. അപ്പം ദിസ് ടൈം വീണ്ടും കാസർഗോഡിനോട് നമ്മൾ ബബായി പറയാണ്. വീണ്ടും നമുക്ക് കാണാം. ഞാൻ പോണതിൻ്റെ വിഷമത്തിൽ ഇവരൊക്കെ എന്താ ചെയ്യാനൊക്കെ അറിയണ്ട. ഓക്കെ, ഇപ്പം ഞാൻ തമാശക്ക് ഗേൾഫ്രണ്ട് വിളിക്കാനുള്ള സമയല്ലേ. അപ്പം എന്താ പറയാ, ജസ്റ്റ് ഞാൻ ഫോണിലെടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ എന്താ പറയാ, ഞാൻ വെറുതെ ഒന്ന് ടച്ച് ചെയ്തേക്കാട്ടോ. പകുതി കാര്യങ്ങളും മറന്നുപോയി ഗൈസ്, സോറി. അപ്പൊ ഇതിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.